1919 മാരാമൺ മണൽപ്പുറത്ത് വെച്ച് സ്ത്രീകളുടെ ഉന്നമനത്തിനായി സ്ത്രീ ജനസേവികാ സംഘം എന്ന സംഘടനയ്ക്ക് എബ്രഹാം മാർത്തോമ മെത്രാപ്പോലീത്ത രൂപം കൊടുത്തു. സുവിശേഷ സേവികാ സംഘത്തിന് അടിത്തറ പകർന്നത് കാന്തമ്മ കൊച്ചുമ്മയിലൂടെ ഉണ്ടായ പ്രവർത്തനങ്ങളാണ്. 106 വർഷങ്ങൾ പിന്നിടുമ്പോൾ സുവിശേഷ സേവികാ സംഘം എവിടെ എത്തി? നാം പരിവർത്തനത്തിന്റെ പ്രഘോഷകരാണോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. സുവിശേഷ വേലയ്ക്ക് യുവതികൾ പരിശീലനവും താമസവും നൽകാൻ മിസ് കെലവയുടെ നേതൃത്വത്തിൽ 1925 വനിതാ മന്ദിരം സ്ഥാപിതമായി. ഈ വർഷം ശതാബ്ദി ആഘോഷിക്കുന്നു. വനിതാ മന്ദിരത്തിന്റെ പ്രധാന പ്രവർത്തനങ്ങൾ ബ്ലൂം ഫെസ്റ്റ്, ടൈലറിംഗ് കോഴ്സ്, ഓൺലൈൻ ബൈബിൾ സ്റ്റഡി, വനിതാ മന്ദിരം ലൈബ്രറി, ചാപ്പൽ, ആശ്രമം, സ്ത്രീജന വികസന സമിതി എന്നിവയാണ്. സേവികാ സംഘത്തിന്റെ ഔദ്യോഗിക നാവായ വനിതാ ബോധിനിയിലൂടെ സംഘം പ്രവർത്തനങ്ങളെക്കുറിച്ച് വായനക്കാരെ അറിയിക്കുന്നു. കേന്ദ്ര സേവികാ സംഘത്തിന്റെ പ്രധാന ധനാഗമ മാർഗങ്ങൾ ഡെപ്പിപ്പിരിവ്, സൗജന്യ ദാനപ്പിരിവ്, വാർഷിക പിരിവ്, പാഹി കേരള മിഷൻ പിരിവ്, ഡെപ്പിപ്പിരിവിലെ വരുമാനം തിരുവല്ല ശാലയും ഭവനം, ഇലന്തൂർ ബാലികാ ഭവനം എന്നിവയുടെ പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിക്കുന്നു. സൗജന്യദാന പിരിവ്, മിഷൻ പ്രവർത്തനങ്ങൾ, വനിതാ മന്ദിരത്തിലെ ക്രിസ്തീയ പരിശീലനം, സജീവ സേവനത്തിൽ നിന്നും വിരമിച്ച് വിശ്രാന്തി ഭവനിൽ താമസിക്കുന്ന സേവനിമാരുടെ സന്ധാരണം എന്നിവയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നു. ഓഫീസ് ചെലവ്, കോൺഫറൻസുകൾ ഇവയുടെ ചെലവിനായി വാർഷിക പിരിവ് ഉപയോഗിക്കുന്നു. ബാഹ്യ കേരള മിഷൻ പിരിവ് കേരളത്തിന് പുറത്തുള്ള മിഷൻ ഫീൽഡുകളുടെ പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിക്കുന്നു. ചെന്നൈ ബാംഗ്ലൂർ സേവികാ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ 2026 ജനുവരി 16, 17, 18 തീയതികളിൽ ട്രൈനൽ കോൺഫറൻസ് കോയമ്പത്തൂരിൽ വെച്ച് നടന്നു. ചെന്നൈ സെന്റർ സേവികാ സംഘത്തിന്റെ സാമൂഹിക ഉദ്ധാരണ പ്രവർത്തനത്തിന്റെ ഭാഗമായി സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഒരു പെൺകുട്ടിയുടെ നേഴ്സിംഗ് പഠനത്തിന് 1 ലക്ഷം രൂപ നൽകുന്നു. അതോടൊപ്പം ആതുര സഹായത്തിന്റെ ഭാഗമായി സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് സഹായം നൽകി വരുന്നു. മിഷൻ ഫീൽഡുകളിൽ സന്ദർശിച്ച് ആവശ്യത്തിലിരിക്കുന്നവരെ സഹായിച്ചു വരുന്നു. അതിജീവനത്തിന്റെ പ്രതിസന്ധികളിൽ അകപ്പെട്ടു പോകുന്ന ഭവനങ്ങളിലെ വീട്ടമ്മമാരെ സന്ദർശിച്ച് വിശ്വാസ ജീവിതത്തിൽ ഉൾക്കരുത്ത് പകരുക, ആലംബഹീനരെ ചേർത്ത് പിടിക്കുക, രോഗികളെ സന്ദർശിക്കുക, ആവശ്യത്തിലിരിക്കുന്നവർക്ക് വേണ്ട കൈത്താങ്ങലുകൾ നൽകുക എന്നിവയാകുന്നു മാർത്തോമ സേവികാ സംഘത്തിന്റെ ലക്ഷ്യങ്ങൾ. സേവികാ സംഘത്തിന്റെ പ്രവർത്തനങ്ങൾ അത്തരത്തിലായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഈ ഇടവകയിൽ നിന്നും ചെന്നൈ സെന്റർ സേവികാ സംഘത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ സഹായ സഹകരണങ്ങൾക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. തുടർന്നും നിങ്ങളുടെ ആത്മാർത്ഥമായ പ്രാർത്ഥനയും സഹായവും സഹകരണവും പ്രതീക്ഷിച്ചുകൊണ്ട് ഈ ലഘു പ്രസ്താവന ഇവിടെ ഉപസംഹരിക്കുന്നു. ചിന്തയ്ക്കായി ഞാൻ എടുത്തിരിക്കുന്ന വേദഭാഗം ഏവങ്കേലിയനായി വായിച്ച മത്തായി എഴുതിയ സുവിശേഷം 28-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളാണ്. മത്തായി എഴുതിയ സുവിശേഷം 28-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു എന്ന് വേഗം ചെന്ന് അവന്റെ ശിഷ്യന്മാരോട് പറയുന്നു. ധന്യവാനായ കർത്താവേ, ഈ വിശുദ്ധ ദിവസത്തിൽ എൻ്റെ സന്നിധിയിൽ വരുവാനും കർത്താവെ മക്കളോട് കൂടി ആയിരിക്കാൻ ലഭിച്ച കൃത്യമായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ ഇന്ന് നിന്റെ മകൾക്ക് കർത്താവെ നിന്റെ വചനത്തിൽ നിന്ന് ചിന്തകൾ പങ്കുവയ്ക്കുവാനായിട്ടൊന്ന് നല്ല കൃത്യമായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ നിന്റെ മകളെ ശക്തിയിരിക്കണമേ. കർത്താവെ എന്നിലൂടെ നീ സംസാരിക്കണമേ. കർത്താവെ ശക്തി പകർന്ന് അനുഗ്രഹിക്കണമേ. കർത്താവെ എളിയ ദാസിയെ ബലപ്പെടുത്തണമേ. കർത്താവെ എല്ലാ യേശുവിന്റെ നാമത്തിൽ കൃപയുടെ കേട്ടല്ലണമേ. ആമേൻ. ഇന്ന് നമ്മൾ വായിച്ചു കേട്ട എല്ലാ വേദഭാഗങ്ങളിലും 1-ാം പാഠമായും 2-ാം പാഠമായും സ്ലീഹാലേഖനവും ഏവങ്കേലിയനുമായി വായിച്ച എല്ലാ സുവിശേഷ ഭാഗങ്ങളിലും സ്ത്രീകൾ കർത്താവിനോട് ചേർന്ന് സുവിശേഷ പ്രഘോഷണത്തിലും ദൈവിക വേലയിലും പങ്കുകാരായി എന്ന് ചൂണ്ടിക്കാണിക്കും. ഈ സുവിശേഷ ഭാഗം വായിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്ന 2 ചോദ്യങ്ങൾ: ആർ വി ട്രൂലി എ മെമ്പർ ഓഫ് മാർത്തോമ സുവിശേഷ സേവികാ സംഘം? ഡു വി ഫുൾഫിൽ അവർ പർപ്പസ് ഓഫ് ലൈഫ്? ജീവിതത്തിൻ്റെ ശരിയായ ഉദ്ദേശത്തോടു കൂടി ദൈവം
ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ? ജീവിക്കുവാൻ സാധിക്കുന്നുണ്ടോ? ഇന്നത്തെ ധ്യാനത്തിനായി നമ്മൾക്ക് ലഭിച്ചിരിക്കുന്നതായ തീം എന്ന് പറയുന്നത് സ്ത്രീകൾ പരിവർത്തനത്തിന്റെ പ്രഘോഷകരും പ്രയോക്താക്കളും. Women, the proclaimers and practitioners of change. മത്തായി എഴുതിയ സുവിശേഷം 28-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ ആദിമ ക്രിസ്തീയ സഭയിലും സമൂഹത്തിലും ദൃശ്യമായ സ്ത്രീ സാന്നിധ്യം കർത്താവിന്റെ ഉയർത്തെഴുന്നേൽപ്പിലും കർത്താവിൽ നിന്ന് ലഭിക്കുന്ന രക്ഷയിലും ബന്ധിപ്പിക്കുന്ന ഒരു വേദഭാഗമാണ്. പ്രതിസന്ധിയുടെ മധ്യത്തിൽ ഭയപ്പെട്ട് ജീവിതം കൊടുക്കുന്ന അനേക സ്ത്രീകൾ ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട്. അവരുടെ മധ്യത്തിൽ ഭയപ്പെടാതെ മരണത്തിനപ്പുറത്ത് മാനുഷിക ചിന്തകളെ വിശ്വാസത്തിൽ അന്വേഷിക്കുന്നവരായി തീരുവാൻ ഈ വേദഭാഗം നമ്മളെ ആഹ്വാനം ചെയ്യും. ബൈബിളിന്റെ പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും ഗാർഹിക ചുമതലകൾക്കപ്പുറം വ്യക്തികളായും കൂട്ടമായും ദൈവിക വേലകളിൽ വ്യാപൃതരായിരിക്കുന്ന ഒരുപാട് സ്ത്രീകളെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവരിൽ പ്രധാനികളാണ് ലുദിയ, മഗ്ദലക്കാരത്തി മറിയം, ദെബോറ, ഫേബ, റൂസിയുടെ ഭാര്യ ഹോസന, മേരി, മാർത്ത എന്നിവർ. ഈ സുവിശേഷ ഭാഗത്തിൽ മാറ്റത്തിന്റെ വക്താവായി, വിശ്വാസത്തിന്റെ വക്താവായി നമ്മൾ കാണുന്ന ഒരു സ്ത്രീ ആണ് മഗ്ദലക്കാരത്തി മറിയം. She is a Jewish girl from Magdalene, from the city of Galilee. നമ്മൾക്കറിയാം, യേശുവിന്റെ ക്രൂശ് എന്ന സമയത്തും ഉത്ഥാന സമയത്തും ഒന്നും യേശുവിനോട് കൂടെ ഉണ്ടായിരുന്ന ശിഷ്യന്മാർ ആരും തന്നെ അവനോട് കൂടെ ഉണ്ടായിരുന്നില്ല. അവരെല്ലാം ഭയപ്പെട്ട് ഓടി ഒളിച്ചപ്പോൾ സ്ത്രീകൾ അവന്റെ ക്രൂശമരണത്തിൽ, അവന്റെ ക്രൂശിന്റെ ചുവട്ടിൽ അവസാനം വരെയും അവന്റെ ക്രൂശമരണത്തിന്റെ സാക്ഷികളായും അവന്റെ ഉത്ഥാനത്തിന്റെ സാക്ഷികളായും തീർന്നു. നമുക്കറിയാം, യഹൂദ കാലത്ത് സ്ത്രീകളെ ഏറ്റവും നികിഷ്ടമായി കണ്ടിരുന്ന ഒരു സമൂഹത്തിൽ കർത്താവ് സ്ത്രീകളെ ചേർത്ത് പിടിക്കുകയും അവരുടെ ഉന്നമനത്തിനായും ഒക്കെ പ്രവർത്തിച്ചു. സ്ത്രീകൾ യേശുവിന്റെ ക്രൂശിൻ ചുവട്ടിൽ അവസാനം വരെയും യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ ആദ്യം യേശുവിനെ കാണുവാനായിട്ട് അവർക്ക് സാധിച്ചു. യേശു അതിന് അവസരം കൊടുത്തു. കർത്താവായ യേശു ക്രിസ്തു അതിന് അവസരം കൊടുത്തു. They were last at the cross and first at the tomb. She became the first witness of Jesus' resurrection. According to Catholic churches, she is called as the apostles to apostles. മഗ്ദലക്കാരത്തി മറിയയുടെ ജീവിതത്തിൽ നിന്നും നാം കൈക്കൊള്ളേണ്ട 3 ചിന്തകളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. അതിൽ ഒന്നാമത്തെ ചിന്ത, we should not define by our past. We should not define by our past. നമ്മുടെ ഭൂതകാലം നമ്മെ നിർവചിക്കരുത്. നമുക്കറിയാം, ബൈബിളിൽ നിന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ലൂക്കോസ് എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 2-3 വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. She is suffered from 7 demons. 7 ഭൂതങ്ങളാൽ കഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന ഒരു സ്ത്രീയായിരുന്നു മഗ്ദലക്കാരത്തി മറിയം. എന്നാൽ ഞാൻ ഇവിടെ മനസ്സിലാക്കുന്നത്, ഇറ്റ്സ് നോട്ട് അബൌട്ട് ദ ഫിസിക്കൽ ഗ്രൗണ്ട്സ്, ഇറ്റ്സ് അബൌട്ട് നമ്മുടെ സ്വഭാവ വൈകല്യങ്ങൾ. അതാണ് ഈ 7 ഭൂതങ്ങളായി ഇവിടെ ചിത്രീകരിക്കപ്പെടുന്നത്. ഇന്ന് നമ്മളുടെ ജീവിതത്തിലും ഈ സ്വഭാവ വൈകല്യങ്ങൾ, സ്വഭാവ ദൂഷ്യങ്ങൾ, മൂല്യച്യുതികളൊക്കെയും ഉണ്ട്. But Mary Magdalene is ready to change. അവൾ ഉണ്ടായിരിക്കുന്ന 7 ഭൂതങ്ങളെ അവൾ തിരിച്ചറിയുകയും അത് എന്നിൽ നിന്ന് മാറ്റപ്പെടണമെന്ന് അവൾ ആഗ്രഹിക്കുകയും ചെയ്തു. So she approached God and submit completely herself to the God. When she met Jesus, she found the inner strength of herself and worth in Jesus. അങ്ങനെ കർത്താവായ യേശു ക്രിസ്തു അവളിൽ നിന്ന് ആ 7 ഭൂതങ്ങളെയും തുടച്ചു മാറ്റി. Are we ready to change? നമ്മൾ
നമ്മളിൽ ആരെങ്കിലും മാറ്റം വരുത്തണമെന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾക്ക് അസ്വസ്ഥതയാവും. വി ഗോട്ട് ഇറിറ്റേറ്റഡ്. എന്തിന് എനിക്ക് ചേഞ്ച് വേണം? എന്തിന് ഞാൻ മാറ്റം കൊണ്ടുവരണം? എന്നിൽ എന്ത് കുഴപ്പമാണുള്ളത് എന്ന് നമ്മൾ ചിന്തിക്കും. ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു അഡ്മിറ്റ് ഓർ എക്സ്പ്ലോർ എന്താണ് എന്നിലുള്ള സ്വഭാവ വൈകല്യങ്ങൾ, എന്താണ് ഞാൻ മാറ്റേണ്ടത്, എന്തിനെയാണ് മാറ്റേണ്ടത് എന്ന് നമ്മൾ ചിന്തിക്കണം. Then we have to ready to change ourselves through the resurrected Jesus Christ. ദൈവത്തിലേക്ക് കൂടുതൽ അടുത്ത് ആ സ്വഭാവത്തെ, ആ ഒരു പഴക്ക ദോഷത്തെ നമ്മൾ മാറ്റുവാനായിട്ട് ശ്രമിക്കും. There's a saying that if you teach a man, you can change an individual. But if you teach a woman, you can change a nation. ഒരു സ്ത്രീ എഡ്യൂക്കേറ്റഡ് ആയെങ്കിൽ ഒരു നേഷനെ, ഒരു രാജ്യത്തെ ഫുള്ള്, ഒരു സമൂഹത്തെ ഫുള്ള് മാറ്റാൻ കഴിയുമെന്നാണ് പറയുന്നത്. പുരുഷന്മാരെക്കാൾ സ്ത്രീകൾക്ക് ആ ഒരു കഴിവ് ദൈവം തരും. മറ്റുള്ളവരിലേക്ക് സ്വാധീനം ചെലുത്തുവാനും മറ്റുള്ളവരിലേക്ക് മാറ്റം കൊണ്ടുവരുവാനും നമുക്ക് സാധിക്കും. ഇന്ന് നമുക്കറിയാം, നമ്മുടെ യുവതലമുറ ഒരുപാട് മൂല്യച്യുതിയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ലഹരിക്കടിമയും അക്രമാസക്തരുമായിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ യുവതലമുറ. അവരിലൊക്കെ ഒരു മാറ്റം കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഓരോ കുടുംബത്തിൽ നിന്നും ആ മാറ്റം ആരംഭിക്കണം. ഓരോ കുടുംബത്തിൽ നിന്നും മാറ്റം ആരംഭിക്കണമെങ്കിൽ സുവിശേഷ സേവികാ സംഘത്തിന്റെ അംഗങ്ങളായ നമ്മൾ ഓരോരുത്തരും അമ്മമാരും നമ്മളുടെ മക്കളുടെ ചെറിയ വ്യത്യാസങ്ങൾ തിരിച്ചറിഞ്ഞ്, ചെറിയ മാറ്റങ്ങൾ തിരിച്ചറിഞ്ഞ് അവരെ നേരായ പാതയിലൂടെ നയിക്കുവാൻ നമുക്ക് സാധിക്കും. അത് ഉപദേശം കൊണ്ടല്ല, നമ്മുടെ പ്രവൃത്തികൾ കൊണ്ട് അവരത് മനസ്സിലാക്കും. ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ നമ്മൾ എന്ത് ചെയ്താലും നമ്മൾ ചിന്തിക്കുന്നു, വാട്ട് ഐ ഗെറ്റ് ഫ്രം ദിസ്, ഞാൻ ഇത് ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും. ഇന്ന് ചെറുപ്പക്കാരായ കുട്ടികളും ചിന്തിക്കുന്നതാണ്, പള്ളിയിൽ വന്നാൽ എനിക്ക് എന്ത് കിട്ടും, വാട്ട് ഐ ഗെറ്റ് when I go to church. എന്തെങ്കിലും ചെയ്താൽ അതിന് പ്രതിഫലം എന്ത് കിട്ടുമെന്ന് ആലോചിക്കുന്ന ഈ കച്ചവട സംസ്കാര ലോകത്ത് ഒരു ഫലവേഷ്ടിയും പ്രതീക്ഷിക്കാതെ തൻ്റെ മകനെ പാപങ്ങൾ ചെയ്ത് നമ്മൾക്ക് വേണ്ടി ഭൂമിയിലേക്ക് അയച്ച് ക്രൂശമരണം വരിച്ച ദൈവത്തെ റോൾ മോഡലായി കാണുവാൻ നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നു. ഒരു ഫലവേച്ഛയും കൂടാതെയാണ് കർത്താവായ യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്നതും നമ്മൾക്ക് വേണ്ടി, പാപികളായ നമ്മൾക്ക് വേണ്ടി ക്രൂശമരണം വരിച്ചതും ഉയർത്തെഴുന്നേറ്റതും ഇന്നും നമ്മളോട് കൂടിയിരിക്കുന്നു. സാമൂഹികമായും ആത്മീയ മൂല്യത്തോടും കൂടി ജീവിക്കുവാൻ നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ പ്രാപ്തരാണ്. അതിന് മറ്റു ആരുടെയും റോൾ മോഡൽ അല്ല, ഞാനാണ് നിന്റെ റോൾ മോഡൽ എന്ന് പറയുവാൻ തക്കവണ്ണം ഓരോ അമ്മമാർക്കും സാധിക്കും. ബൈബിളിൽ നമുക്കറിയാം, ഒരുപാട് അങ്ങനത്തെ അമ്മമാരെ ഇതിൻ്റെ മക്കൾക്ക് മാർഗദർശിയായും മൂല്യങ്ങൾ കൊടുത്തും ജീവിച്ചു പോകുന്ന ഒരുപാട് അമ്മമാരെ നമ്മൾക്കറിയാം. സാറ, ഹന്ന, എലിസബത്ത്, മേരി, മോസസ് മദർ, ജോക്കിബത്ത്. മോശയെ ഇസ്രായേൽ ജനത്തിന്റെ സ്പിരിച്വൽ ലീഡറായി മാറ്റുവാൻ ഒരു പ്രധാന പങ്ക് വഹിച്ചത് അവന്റെ അമ്മയായ ജോക്കിബത്താണ്. എല്ലാ കുഞ്ഞുങ്ങളെയും, ആൺകുഞ്ഞുങ്ങളെയും കൊല്ലുവാൻ ഫറവോ തീരുമാനമെടുത്തപ്പോൾ തന്റെ കുഞ്ഞിനെ സംരക്ഷിക്കണമെന്നും രക്ഷിക്കണമെന്നും അവൾ എടുത്ത ഉറച്ച തീരുമാനവും ഉറച്ച ധൈര്യവും ഒന്നുകൊണ്ട് മാത്രമാണ് ഇസ്രായേൽ ജനത്തെ നയിച്ചുകൊണ്ട് കനാൻ ദേശത്തേക്ക് കൊണ്ടുവരുവാൻ മോശയെ സഹായിച്ചു. ഭയത്തിനപ്പുറം ജോക്കബത്തിന്റെ വിശ്വാസവും ധൈര്യവും, her faith and her courage overcame the fear of a parent. നമ്മളുടെ ഞാൻ വിചാരിച്ചതുകൊണ്ട് ഈ സമൂഹത്തിൽ എന്ത് മാറ്റം വരുത്തുവാൻ സാധിക്കുമെന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കും. എന്നാൽ
ഞാൻ എൻ്റെ വീട്ടിൽ നിന്നും എൻ്റെ കുഞ്ഞിന് ഒരു മാറ്റം കൊണ്ടുവന്നാൽ അവൻ മറ്റുള്ളവരെ നയിക്കുമെന്നും അത് മറ്റുള്ള കുഞ്ഞുങ്ങൾക്ക് പകർന്നു കൊടുക്കുമെന്നും ചിന്തിക്കണം. അതുവഴി ഒരു യുവതലമുറയെ മൂല്യമുള്ള ഒരു യുവതലമുറയെ സാമൂഹ്യ മൂല്യവും ആത്മീയ മൂല്യവുമുള്ള ഒരു തലമുറയെ വാർത്തെടുക്കുവാൻ സാധിക്കും. ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും ഏത് വിഷമ ഘട്ടങ്ങളിലും തളർന്നു പോകാതെ എല്ലാത്തിലും ഒരു സ്പിരിച്വൽ പെർസ്പെക്റ്റീവ് കണ്ടെത്തുവാൻ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾക്ക് സാധിക്കും. കഷ്ടങ്ങൾ വരുമ്പോൾ അത് ദൈവം എൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി, എൻ്റെ സ്പിരിച്വൽ ഗ്രോത്തിന് വേണ്ടി തന്നതാണെന്നും ദൈവം ഒരിക്കലും എന്നെ കൈവിടില്ല എന്നുള്ള സ്പിരിച്വൽ പെർസ്പെക്റ്റീവിലൂടെ ചിന്തിക്കുവാൻ എൻ്റെ കുഞ്ഞുങ്ങളെ ഞാൻ പ്രാപ്തരാണ്. രണ്ടാമത്തെ ചിന്ത, അവർ ഇന്നർ സ്ട്രെങ്ത് മാറ്റേഴ്സ്. നമ്മുടെ ആന്തരിക ശക്തി പ്രധാനമാണ്. മാരി മാഗ്ദലിൻ is embodied with his inner strengths like self-love, courage, faith and forgiveness. ആ 7 ഭൂതങ്ങളിൽ നിന്ന് യേശുക്രിസ്തു അവളെ രക്ഷിച്ചപ്പോൾ, കർത്താവിനെ അവൾ കൈക്കൊണ്ടപ്പോൾ, സ്വീകരിച്ചതിന് ശേഷം അവൾ അവളുടെ ഉൾശക്തിയെ തിരിച്ചറിയുവാൻ സാധിച്ചു. അതുകൊണ്ടാണ് ക്രൂശമരണത്തിന് ശേഷവും without any fear she moved to the tomb of Jesus Christ. മറ്റെല്ലാവരും, എല്ലാ ശിഷ്യന്മാരും ഭയപ്പെട്ട് ഓടിയപ്പോൾ പേടിക്കാതെ കർത്താവിന് കൂടെ ക്രൂശമരണത്തിന് ശേഷവും കർത്താവിനെ എവിടെയാണ് അടക്കിയതെന്ന് മനസ്സിലാക്കുവാനും കർത്താവിന്റെ ഉയർത്തെഴുന്നേൽപ്പിന് സാക്ഷിയാകുവാനും അവൾക്ക് സാധിച്ചു. യഹൂദന്മാരെ ഭയപ്പെടാതെ അവൾ ധൈര്യപൂർവ്വം കർത്താവിന്റെ അടുക്കലേക്ക് നടന്നു നീങ്ങുവാൻ അവൾക്ക് സാധിച്ചു. അതുപോലെ തന്നെ നമ്മൾക്ക് ഓരോരുത്തർക്കും ഒരുപാട് സ്ട്രെങ്ത് ഉണ്ട്. പക്ഷെ അതൊന്നും നമ്മൾ മനസ്സിലാക്കാതെയാണ് ദൈവത്തിലേക്ക് കൂടുതൽ അടുത്ത് നമ്മുടെ ഉൾശക്തിയെ മനസ്സിലാക്കുവാനും അത് മറ്റുള്ളവരിലേക്ക് പകരുവാനും മറ്റുള്ളവരുടെ മാറ്റത്തിന് കാരണമാകുവാനും നമ്മൾക്ക് സാധിക്കും. Our inner strength should result to our personal growth and our family growth and the church and as a community growth. നമുക്കറിയാം, പഴയ നിയമത്തിൽ ദെബോറയുടെ നീതിപൂർവവും ധൈര്യപൂർവവുമായ തീരുമാനം കൊണ്ട് ഒരു ജനതയെ രക്ഷിക്കുവാൻ സാധിച്ചു. അതുപോലെ തന്നെ എസ്തർ എന്ന പെൺകുട്ടിയുടെ പക്വതയും ഉപവാസപൂർണവുമായ ജീവിതം കൊണ്ട് തൻ്റെ സമൂഹത്തെ, തൻ്റെ ജനത്തെ രക്ഷിക്കുവാനായിട്ട് സാധിച്ചു. അതുപോലെ തന്നെ നമ്മളുടെ ഒരാളുടെ തീരുമാനം, എല്ലാ ദിവസവും ഇങ്ങനെ പോകാനാണെങ്കിൽ പോകും, എന്നാൽ നമ്മുടെ കംഫർട്ട് ലെവലിൽ നിന്ന് വെളിയിൽ വന്ന് നമ്മളുടെ ഒരു തീരുമാനം, നമ്മളുടെ ഒരു യെസ്, അല്ലെങ്കിൽ ഞാൻ ഒരാളെ മാറ്റി എൻ്റെ ഒരു തീരുമാനം ഒരു വലിയ മാറ്റത്തെ കൊണ്ടുവരുവാനായിട്ട് സാധിക്കും. മലയാള സിനിമയായ ഹൗൾഡ് ആർ യുവിൽ നായികയുടെ കൂട്ടുകാരി നായികയോട് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്. നീ ഒരിക്കലും ഒരു സർക്കാർ ഓഫീസിലെ രജിസ്റ്ററിൽ ഒതുങ്ങിക്കൂടേണ്ടവളല്ല. അവിടെ മാത്രമല്ല നിന്റെ കയ്യൊപ്പ് പതിയേണ്ടത്. നീ ഈ ലോകത്തിൽ നിന്ന് പോകുമ്പോൾ you should impress your signature in this world. നിന്റേതായ ഒരു കയ്യൊപ്പ് ഈ സമൂഹത്തിൽ പതിപ്പിക്കുവാൻ നിനക്ക് സാധിക്കും. അടുത്ത ചിന്ത, മൂന്നാമത്തെ ചിന്ത, empower others. മറ്റുള്ളവരെ ശക്തീകരിക്കുക. Mary Magdalene witnessed Jesus' resurrection and proclaimed this to everyone fearlessly. മറ്റുള്ളവരോട് കർത്താവ് ഉദ്ധാനം ചെയ്തിരിക്കുന്നുവെന്ന് ഭയമില്ലാതെ വിളിച്ചു പറയുവാൻ, പ്രഘോഷിക്കുവാൻ അവർക്ക് സാധിച്ചു. She symbolizes the feminine strength and women empowerment. നമ്മൾ കൽപ്പന ചൗളയ്ക്കും സുനിത വില്യംസിനും ഒക്കെ കൈയടിക്കും. എന്നാൽ വഴിയിൽ കൂടെ പോകുന്ന, ബൈക്ക് ഓടിച്ചു പോകുന്ന ഒരു സ്ത്രീയെ, കാർ ഓടിച്ചു പോകുന്ന ഒരു സ്ത്രീയെ അവൾ തെറ്റായിട്ടാണ് വണ്ടി ഓടിക്കുന്നത്, അല്ലെങ്കിൽ അവൾ സ്ലോ ആയിട്ടാണ് വണ്ടിക്ക് ഓടിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുകയും കുറ്റപ്പെടുത്തുകയൊക്കെ ചെയ്യും. നമ്മുടെ കൂടെ, നമ്മുടെ കൂട്ടായ്മയിലുള്ള സ്ത്രീകൾ ഒരാൾ ഒരു ചെറിയ നന്മ ചെയ്താൽ, ഒരു ചെറിയ അച്ചീവ്മെന്റ് ഒരു നടത്തിയാൽ അവരെ അഭിനന്ദിക്കുവാൻ നമ്മൾ ഏറെ പിശക് കാണിക്കുന്നവരാണ്. ഒരു നന്മ ചെയ്താൽ അതിന് പിറകിൽ നമ്മൾ കുറ്റം പറയും, അതിന് പിന്നിൽ എന്തോ ഉണ്ട്, അവൾ വേറെ എന്തോ ഉദ്ദേശിച്ചിട്ടാണ് ആ നന്മ ചെയ്തതെന്ന് പറയാൻ നമ്മൾ മടിക്കുന്നവരല്ല.
പ്രശംസിക്കുവാനും, when they are emotionally down, are we ready to uplift them? ഒരു കൈ കൊടുത്ത് സഹായിക്കുവാൻ നമ്മൾക്ക് സാധിക്കുന്നു. നമ്മുടെ നാട്ടിൽ, കേരളത്തിൽ ഒരുപാട് കേൾക്കുന്ന ഒരു വേർഡാണ് സ്ത്രീ ശാക്തീകരണം എന്നുള്ളത്. എന്നാൽ ഈ സ്ത്രീ ശാക്തീകരണം പറയുന്നതിനിടയിൽ കൂടെ തന്നെ ആത്മഹത്യകളും കൊലപാതകങ്ങളും സ്ത്രീധനത്തെ ചൊല്ലിയുള്ള മരണങ്ങളും കൊലപാതകങ്ങളും ഒക്കെ ഏറി വരികയാണ്. അപ്പൊ എവിടെയാണ് സ്ത്രീയെ ശാക്തീകരിക്കുന്നത്? Why they are empowering? Where they are empowering women? വിഷമിച്ചിരിക്കുന്നവരെ സപ്പോർട്ട് ചെയ്യാനും ശക്തിപ്പെടുത്താനും, എനിക്ക് ആരുമില്ല എന്ന ഇടത്തിൽ ഉദ്ധാനം ചെയ്തിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാനുണ്ട് എന്ന് പറയുവാൻ നമുക്ക് സാധിക്കുന്നു. സാരമില്ല, when they are financially or emotionally down, ഞാനുണ്ട്, കർത്താവിന്റെ നാമത്തിൽ ഞാനുണ്ട് എന്ന് പറയുവാനും അവരെ കൈപിടിച്ചുയർത്തുവാനും നമ്മൾക്ക് സാധിക്കുന്നു. സേവിക സംഘമായ ഇന്ന് മാത്രമല്ല ഈ ദിവസത്തിന്റെ പ്രസക്തി ഒതുങ്ങി നിൽക്കുന്നത്. ഓരോ ദിവസവും നമ്മളുടെ നിത്യേന ജീവിതത്തിൽ നമ്മൾ കാണുന്ന ഓരോ സ്ഥലത്തും സ്ത്രീകളുടെ ഉന്നമനത്തിനും ഒരു വലിയ മാറ്റമൊന്നും നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുമായിരുന്നില്ല. പക്ഷേ ഒരു ചെറിയ മാറ്റം നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. Make our life an inspiring one to others. നമ്മുടെ ജീവിതം കണ്ട് അവർ ചെയ്യുന്നത് നല്ലതായിരിക്കുന്നല്ലോ, എനിക്കും ഇങ്ങനെ ചെയ്യണം എന്നൊരു തോന്നൽ ഉണ്ടാകുവാൻ തക്കവണ്ണം നമ്മളുടെ ജീവിതത്തെ നമ്മൾ മാറ്റാൻ സാധിക്കും. എനിക്ക് ഏറ്റവും കൂടുതൽ ഇൻസ്പയറിംഗ് ആയ ഒരാളാണ് മിസ്സസ് റോഷൻ ജേക്കബ് IAS. 2004 ബാച്ചിലുള്ള IAS കാരിയാണ് റോഷൻ ജേക്കബ്. ഉത്തർപ്രദേശിലെ ലക്നൗ സിറ്റിയിൽ അവർ തങ്ങളുടെ ഔദ്യോഗിക സേവനം അനുഷ്ഠിച്ചു വരുന്നു. കോവിഡിന്റെ കാലത്ത് നിർധനനായ കോവിഡ് രോഗികൾക്ക് പ്രൈവറ്റ് ആശുപത്രികളിലെ സേവനം ചെലവൊന്നും കൂടാതെ അവർക്ക് ലഭിക്കുവാനായിട്ട് ഒരുപാട് കഷ്ടപ്പെട്ട ഒരു സ്ത്രീയാണ് റോഷൻ ജി. ഔദ്യോഗിക ജീവിതത്തിൽ മാത്രമല്ല, ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ ദൈവിക വചനം പ്രഘോഷിക്കുവാനും അവർ സമയം കണ്ടെത്തിയിരിക്കുന്നു. അവരുടെ ഈ തിരക്കേറിയ ജീവിതത്തിലും അവർ അതിനൊക്കെ സമയം കണ്ടെത്തിയിരിക്കുന്നു. അപ്പൊ എന്തുകൊണ്ട് എനിക്ക് പറ്റുന്നില്ല, സമയമില്ല എന്ന് പറഞ്ഞ് ഞാൻ എന്തുകൊണ്ട് ഇതൊക്കെ ഒതുക്കി വെക്കുന്നു എന്ന് ചിന്തിക്കുവാൻ എനിക്കിടയായി. സോ നമ്മുടെ നാട്ടിൽ ഒരുപാട് നിരാശപ്പെട്ടു പോയ സ്ത്രീജനങ്ങളുണ്ട്. അവർക്കൊക്കെ വീണ്ടും ജീവിക്കാനുള്ള ആശയം, ജീവിതത്തിൽ ക്രിസ്തുവിനെ കൈക്കൊണ്ട് മുന്നോട്ട് ധൈര്യമായി പോകുവാൻ സഹായിക്കുകയും ചെയ്യുവാൻ നമുക്ക് സാധിക്കും. 3 ചിന്തകളാണ് ഞാൻ നിങ്ങളുമായി പങ്കുവച്ചത്. ഫസ്റ്റ് വൺ, യു ഷുഡ് നോട്ട് ബി ഡിഫൈൻഡ് ബൈ യുവർ പാസ്റ്റ്. നമ്മുടെ ഭൂതകാലം എന്തുമായിക്കൊള്ളട്ടെ, ഇന്നു മുതൽ, സമയം വൈകിട്ടില്ല, ഇന്നു മുതൽ എന്നിലുള്ള സ്വഭാവ വൈകല്യങ്ങൾ, മൂല്യച്യുതികൾ എന്താണെന്ന് മനസ്സിലാക്കി അതിനെ മാറ്റുവാൻ തയ്യാറാണ്. കർത്താവിനെ കൂടുതൽ മനസ്സിലാക്കി കൂടുതൽ അടുത്ത് അതിനെ മാറ്റുവാൻ ശ്രമിക്കും. രണ്ടാമത്, അവർ ഇന്നർ സ്ട്രെങ്ത് മാറ്റേഴ്സ്. നമ്മളുടെ ആന്തരിക ശക്തി പ്രധാനമാണ്. നമ്മളിൽ ഒളിഞ്ഞിരിക്കുന്ന ദൈവികമായ ശക്തികൾ കർത്താവിലൂടെ മനസ്സിലാക്കി അതിനെ പുറത്തു കൊണ്ടുവന്ന് ദൈവവേലയ്ക്കായി, ദൈവപ്രഘോഷത്തിനായി, മറ്റുള്ളവരുടെ നന്മയ്ക്കായി പ്രവർത്തിക്കുവാൻ സാധിക്കും. മൂന്നാമത്തത്, എംപവർ അതേഴ്സ്. തകർന്നിരിക്കുന്നവരെ, പ്രയാസത്തിലിരിക്കുന്നവരെ ഒരു കൈപിടി സഹായിക്കുവാൻ, ഒന്ന് പിടിച്ചുയർത്തുവാൻ, ഒരു കൈ കൊടുക്കുവാൻ നമ്മൾക്ക് സാധിക്കും. നമ്മളുടെ ജീവിതം കണ്ട് we should be an inspiring woman to others. അതൊരു വലിയ അച്ചീവ്മെന്റ് ഒന്നുമല്ല. ഒരു ചെറിയ പ്രാർത്ഥനയോ, ഒരു ചെറിയ പ്രസംഗമോ, ഒരു ചെറിയ നന്മയോ കണ്ട് മറ്റുള്ളവർ എനിക്കും ഇതുപോലെ ചെയ്യണമെന്ന് തോന്നുവാൻ തക്കവണ്ണം നമ്മുടെ ജീവിതം മാറട്ടെ. അതിന് കർത്താവായ ദൈവം തമ്പുരാൻ നമ്മളെ ഓരോരുത്തരെയും ബലപ്പെടുത്തുമാറാകട്ടെ.